Hi, this is Learn with Rennie YouTube channel. Industries Extension Officerലെ ക്വസ്റ്റ്യൻ സീരീസിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാർട്ട് 2 ആണ്. കഴിഞ്ഞ തവണ വയർമാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അത് ബാക്കിയുള്ള പാർട്ടാണ് നമ്മൾ ഈ സെഷനിലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. 25ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ദ യൂണിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് മെഷേർഡ് ഇൻ കിലോ വാട്ട് അവർ. KWH ആണ്. ഓപ്ഷൻ സി KWH ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കിലോ വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ്. KVA എന്ന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെയൊക്കെ റേറ്റിംഗ് പറയുന്നത് KVAയിലാണ്. അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ അഥവാ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ റേറ്റിംഗ് പറയുന്നത് KVAയിലാണ്. ഈ വോൾട്ട് ആംബിയർ എന്ന് പറയുന്നതും ഇത് VA തന്നെയാണ്. അപ്പോൾ KVA എന്ന് പറഞ്ഞാൽ കിലോയിൽ പറയുന്നു. KWH ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. KWH എന്ന് പറഞ്ഞാൽ കിലോ വാട്ട് അവർ അഥവാ ഇലക്ട്രിക്കൽ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ്. ചിലപ്പോൾ പ്രാക്ടിക്കൽ യൂണിറ്റ് എന്നും ചോദിക്കാറുണ്ട്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 26ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ ദ ഡിസ്ക് ഓഫ് എൻ എനർജി മീറ്റർ ഈസ് റൊട്ടേറ്റിംഗ് ഈവൻ വിത്തൗട്ട് കണക്റ്റിംഗ് എനി ലോഡ് ദ എറർ ഈസ് കോൾഡ്. നമ്മുടെ വീട്ടിൽ പണ്ട് കാലങ്ങളിൽ അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന എനർജി മീറ്റർ എന്ന് പറയുന്നത് ഡിസ്ക് ടൈപ്പ് മെക്കാനിക്കൽ ടൈപ്പ് എനർജി മീറ്റർ ആയിരുന്നു. ഇപ്പോൾ അതെല്ലാം ഡിജിറ്റലായിട്ട് മാറി. ആ ഡിസ്ക് ടൈപ്പ് എനർജി മീറ്ററിൽ ഡിസ്ക് കറങ്ങുന്നതിനനുസരിച്ച് നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഡിസ്ക് കറങ്ങിക്കൊണ്ടിരിക്കും. അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ചാണ് അവിടെ റീഡിങ് കാണിക്കുന്നത് മുൻ മീറ്ററുകളിൽ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാണ്ട് തന്നെ ഈ ഡിസ്ക് കറങ്ങിക്കഴിഞ്ഞാൽ ഡിസ്ക് കറങ്ങുന്നതിനനുസരിച്ച് റീഡിങ് കാണിക്കും. അഥവാ ഉപയോഗമില്ലാതെ തന്നെ വൈദ്യുതി ഉപയോഗിച്ചായിട്ട് റീഡിങ് അവിടെ കാണിക്കും. അപ്പോൾ അത് ഒരു തരം എററാണ്. എന്തുകൊണ്ടാണ് ഈ എറർ ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ചോദിച്ചത് എന്താണ് ആ എററിൻ്റെ പേരെന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ക്രീപ്പിംഗ് എററാണ്. അപ്പോൾ ഇത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് മെയിനായിട്ടും നമ്മൾ 2-3 കാരണങ്ങൾ പറയാറുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഓവർ ഫ്രിക്ഷൻ കോമ്പൻസേഷൻ ആണ്. ഫ്രിക്ഷനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓവറായിട്ട് കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫ്രിക്ഷൻ ഒഴിവാക്കാൻ ഓവറായിട്ട് ഫ്രിക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ഈ ക്രീപ്പിംഗ് എറർ ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ ക്രീപ്പിംഗ് എറർ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡിസ്കിൻ്റെ 2 അറ്റങ്ങളിലായിട്ട് 2 ഹോളുകൾ ഇടുക എന്നുള്ളതാണ്. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സൈഡുകൾ 2 ഹോളുകൾ ഇടുക എന്നുള്ളതാണ് അതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഇതങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ അത് പറയണം. അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ദാറ്റ് ഹാസ് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ഷോൺ ഇൻ ദ മെഗർ ഇസ് കോൾഡ്. മെഗർ എന്ന് പറയുന്നത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. ഹൈ റെസിസ്റ്റൻസ്, വെരി ഹൈ റെസിസ്റ്റൻസ്, മെഗാ ഓം റേഞ്ചിലുള്ള റെസിസ്റ്റൻസ് അളക്കാനാണ് നമ്മൾ മെഗർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെഗർ ഉപയോഗിച്ചുകൊണ്ട് ഒരു സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഒന്നും കണക്ട് ചെയ്തില്ല. ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇടുകയാണെങ്കിൽ, ആ റെസിസ്റ്റൻസ് ഓപ്പൺ സർക്യൂട്ടായിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് പറയാം അത് ഇൻഫൈനിറ്റ് റെസിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അപ്പം ഓപ്പൺ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻഫൈനിറ്റ് റെസിസ്റ്റൻസ് ആണെന്നുള്ള കാര്യം. അപ്പം മെഗറിൽ ഇൻഫിനിറ്റി എന്ന് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഓപ്പൺ സർക്യൂട്ടാണ്, അല്ലെങ്കിൽ അത്രയും വലിയ റെസിസ്റ്റൻസ് ആണ്, ഹ്യൂജ് റെസിസ്റ്റൻസ് ആണെന്നുള്ളതാണ്. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ പൈപ്പ് എർത്തിങ് ദ മിനിമം ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ഗാൽവനൈസ്ഡ് അയേൺ ഓർ സ്റ്റീൽ പൈപ്പ് റിക്വയർഡ് ഇസ്. ആൻസർ ഡി 38 മില്ലിമീറ്റർ ആണ്. പൈപ്പ് എർത്തിങ് അതിൻ്റെ ഇൻറ്റേർണൽ ഡയമീറ്റർ മിനിമം ആണ്. ഇൻറ്റേർണൽ ഡയമീറ്റർ എന്ന് പറയുന്നത് ഗാൽവനൈസ്ഡ് അയൺ അല്ലെങ്കിൽ സ്റ്റീൽ പൈപ്പ് ആകുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ വ്യാസം എന്ന് പറയുന്നത് 38 മില്ലിമീറ്റർ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. 29. ദ ഹീറ്റ് പ്രൂഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ഹീറ്റർ ബേസസ്. ഇത് മൈക്കയാണ് ആൻസർ. അപ്പോൾ അത് മനസ്സിലാക്കി വയ്ക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ തെർമോസ്റ്റാറ്റ് ഇൻ ആൻ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയേൺ വിൽ. ഒരു ഓട്ടോമാറ്റിക് ഇലക്ട്രിക് അയേൺ ഇസ്തിരിപ്പെട്ടിയുണ്ട്. അതിലൊരു തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതെന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. റെഗുലേറ്റ് ദ ഹീറ്റ് ബൈ സ്വിച്ചിങ് ഓൺ ഓഫ്. അത് റെഗുലേറ്റ് ചെയ്യും, നമ്മുടെ ഹീറ്റ് കൺട്രോൾ ചെയ്യും. ഹീറ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് കൺട്രോൾ ചെയ്യും. അതിനകത്ത് ഈ തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വിച്ച് ഓണും സ്വിച്ച് ഓഫുമാക്കി മാറ്റിക്കൊണ്ട് അതിനകത്തുള്ള ഹീറ്റിനെ കൺട്രോൾ ചെയ്യും, റെഗുലേറ്റ് ചെയ്യും. അതിനാണ് നമ്മൾ തെർമോസ്റ്റാറ്റ് വെച്ചിട്ടുള്ളത്. 31ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ് ഇൻ എ ഫുഡ് മിക്സർ. ഫുഡ് മിക്സർ, മിക്സി. ഈ മിക്സിയിൽ യൂസ് ചെയ്യുന്ന മോട്ടർ ഏതാണെന്നുള്ളതാണ്. അത് യൂണിവേഴ്സൽ മോട്ടറാണ്.
ഓപ്ഷൻ ബി യൂണിവേഴ്സൽ മോട്ടറാണ്. യൂണിവേഴ്സൽ മോട്ടർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് AC സപ്ലൈ കൊടുത്താലും DC സപ്ലൈ കൊടുത്താലും വർക്ക് ചെയ്യും. അതുകൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം. യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ സാർവത്രികം എന്നുള്ള അർത്ഥം. നമുക്ക് ഏതിലും യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ AC കൊടുത്താലും DC കൊടുത്താലും യൂസ് ചെയ്യാൻ പറ്റുന്ന മോട്ടറാണ്. അതാണ് ഫുഡ് മിക്സറിൽ യൂസ് ചെയ്യുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ. If the voltage applied at the terminals of 230 volt single phase 1200 mm sweep ceiling fan is 120 volt, then the fan. നമുക്കൊരു ഫാൻ ഉണ്ട്. ഫാനിൻ്റെ സ്വീപ്പ് എന്ന് പറയുന്നത് 1200 മില്ലിമീറ്റർ ആണ്. സിംഗിൾ ഫേസ് ഫാനാണ്. 230 വോൾട്ടാണ് ടെർമിനൽസിലുള്ളത്. അതിൽ നമ്മൾ 120 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ ഫാൻ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫാന് അവിടെ സ്ലോ ആയിട്ട് റൺ ചെയ്യുന്നുള്ളതാണ്. വോൾട്ടേജ് കുറയുമ്പം ഫാന് സ്ലോ ആയിട്ട് റൺ ചെയ്യും. നമ്മൾ ഈ സ്വീപ്പിംഗ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് പറയാം ദ സ്വീപ്പ് ഓഫ് ദ 33ാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നു ദ സ്വീപ്പ് ഓഫ് ദ സീലിംഗ് ഫാൻ ഇസ് ഡിറ്റർമിൻഡ് ബൈ. ഒരു സീലിംഗ് ഫാനിൻ്റെ സ്വീപ്പ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്. സ്വീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ മുകളിൽ നമ്മൾ സീലിംഗ് ഫാൻ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഒരു വൃത്താകൃതി കിട്ടൂലേ, അതിനെയാണ് ആ വൃത്താകൃതിൻ്റെ ഡയമീറ്ററിനെയാണ് നമ്മൾ പറയുന്നത് സ്വീപ്പ് എന്ന് പറയുന്നത്. അപ്പം 33 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഫോംഡ് ബൈ ദ ബ്ലേഡ് ടിപ്സ് ഓഫ് ദ ഫാൻ. ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ഫോംഡ് ബൈ ദ ബ്ലേഡ് ടിപ്സ് ഓഫ് ദ ഫാൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വെക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ഏതാണ്ട് 1200 മില്ലിമീറ്റർ സ്വീപ്പ് ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 4.52 മീറ്റർ സ്ക്വയർ ഏരിയ, ടാർഗറ്റ് ഏരിയ, അത്രയും ഏരിയയിൽ അത് കാറ്റ് കിട്ടും എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്നിനോരോ കണക്കുണ്ട്. 900 മീറ്റർ ആണെങ്കിൽ അത് 900 മില്ലിമീറ്റർ ആണെങ്കിൽ, അതുപോലെ 1400 മില്ലിമീറ്റർ ആണെങ്കിൽ ഇത്ര ഏരിയ കവർ ചെയ്യും എന്നുള്ള കണക്ക് അതിനകത്തുണ്ട്. ഓക്കെ, 34ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. ദ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റീസ്. ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത് ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ക്യാൻറ്റില. ബാക്കിയുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. സ്റ്റെറേഡിയൻ എന്ന് പറയുന്നത് സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റാണ്. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റാണ് സ്റ്റെറേഡിയൻ. വെറും റേഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സാധാരണ പ്ലെയിൻ ആംഗിളിൻ്റെ യൂണിറ്റ്. സ്റ്റെറേഡിയൻ സോളിഡ് ആംഗിളിൻ്റെ യൂണിറ്റ്. ലെക്സ് എന്ന് പറയുന്നത്, ലെക്സിന് മുമ്പ് ല്യൂമൺ നോക്കാം. ല്യൂമൺ എന്ന് പറഞ്ഞാൽ ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റാണ്. ല്യൂമൻ പെർ മീറ്റർ സ്ക്വയർ അഥവാ ലൂമിനസ് ഫ്ലക്സ് പെർ ഏരിയ, അതിനെയാണ് നമ്മൾ ലെക്സ് എന്ന് പറയുന്നത്. ഇല്യൂമിനൻസിൻ്റെ യൂണിറ്റാണ്, അല്ലെങ്കിൽ ലൂമിനസ് എമിറ്റൻസ്, ഇല്യൂമിനൻസിൻ്റെ യൂണിറ്റാണ് ലെക്സ് എന്ന് പറയുന്നത്. ലെക്സ് എന്ന് പറഞ്ഞാൽ ലൂമൻ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ദാറ്റ് കോസസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ഇസ് കോൾഡ്. ഇൻസുലേഷൻ ബ്രേക്ക് ഡൗൺ ആയി പോകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് സെയിം ആണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസുലേഷൻ ബ്രേക്ക് ആവാതെ എത്രത്തോളം നിൽക്കാം എന്നുള്ള അതിൻ്റെ ശക്തിയാണ്, സ്ട്രെങ്ത്തിനെയാണ്. The possible minimum reading which can be taken by 0 to 25 millimeter outside micrometer is answer 0.01 millimeter ആണ്. മൈക്രോമീറ്ററിൻ്റെ ലീസ്റ്റ് കൗണ്ട് ആയിട്ട് പറയാം 0.01 millimeter ആണ്. 37ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടാനിയ ജോയിൻറ്റ് ഈസ് യൂസ്ഡ് ഇൻ. ബ്രിട്ടാനിയ ജോയിൻറ്റ് നമ്മൾ അണ്ടർഗ്രൗണ്ടിലാണോ കോൺഡ്യൂട്ട് വയറിലാണോ, കോൺഡ്യൂട്ട് എന്ന് പറഞ്ഞാൽ പൈപ്പ് കൺസീൽഡ് വയറിങ്ങിലാണോ, ഓവർ ഹെഡ് ലൈൻ ഏതിലാണെന്നുള്ളതാണ്. ബ്രിട്ടാനിയ ജോയിൻറ്റ് യൂസ് ചെയ്യുന്നത് ഓവർ ഹെഡ് ലൈനിലാണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. സോൾഡറിങ് ഇസ് ഡൺ ഓൺ ദി ജോയിൻറ്റ്സ് ടു ഇംപ്രൂവ്. സോൾഡറിങ് എന്തിനാണ് ചെയ്യുന്നത്? സോൾഡറിങ് ചെയ്യുന്നത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടാണ്. 39ാമത്തെ ക്വസ്റ്റ്യൻ. സ്വിച്ച് ബോർഡ് ഈസ് ഫിക്സ്ഡ് അറ്റ് എ ഹൈറ്റ് ഓഫ്. സ്വിച്ച് ബോർഡ് നമ്മൾ എത്ര ഹൈറ്റ്, തറയിൽ നിന്ന് ഫ്ലോറിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് വെക്കുന്നത് എന്നുള്ളതാണ് 1.5 മീറ്റർ സ്ക്വയർ. 1.5 മീറ്റേഴ്സ് ഇതാണ് സ്വിച്ച് ബോർഡ് വെക്കുന്ന ഹൈറ്റ്. താഴെ നിന്ന് ഫ്ലോറിൽ നിന്ന് 1.5 മീറ്റർ മുകളിലാണ്. ഓക്കെ, 40ാമത്തെ ക്വസ്റ്റ്യൻ. ദ ലോഡ് ഓൺ ഈച്ച് പവർ സബ് സർക്യൂട്ട് ഷോൾ ബി റെസ്ട്രിക്റ്റഡ് ടു. പവർ സബ് സർക്യൂട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പവർ സബ് സർക്യൂട്ടിൽ മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 3000 വാട്ട് അഥവാ 3 കിലോ വാട്ട് വരെ പറ്റുള്ളൂ. അതുപോലെ എത്ര പോയിന്റ് എടുക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോയിന്റുകളാണ്. ഇനി സാധാരണ ലൈറ്റ് അല്ലെങ്കിൽ ഫാനൊക്കെ ഉള്ള സബ് സർക്യൂട്ട് ഉണ്ടാവും സാധാരണ. അതിൽ നമുക്ക് പറ്റുക 800 വാട്ടാണ്. 800 വാട്ട് വരെയാണ് പറ്റുക. അതുപോലെ നമുക്ക് വേണമെങ്കിൽ 10 ലൈറ്റ് പോയിൻ്റൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ സബ് സർക്യൂട്ടിൽ
ലൈറ്റ് ഫാനൊക്കെ 5 ആംബിയറിൻ്റെ സംഭവങ്ങളാണ് ഉണ്ടാവുക. പവർ സബ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 15 ആംബിയർ ആണ് കറണ്ട് വരിക. ഓക്കെ, അപ്പോൾ ഓർക്ക് ഇവിടെ ആൻസർ ഏതാണ്? ഇവിടെ ചോദിച്ചിട്ടുള്ള പവർ സബ് സർക്യൂട്ടിനെ പറ്റിയാണ് ചോദിച്ചത്. അതുകൊണ്ട് ആൻസർ ഈസ് ഓപ്ഷൻ സി, 3000 വാട്ട്. 41ാമത്തെ ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ലൈറ്റ് പോയിന്റ്സ് അഡ്മിസിബിൾ ഇൻ എ സർക്യൂട്ട് ഇസ്. സാധാരണ ഒരു സർക്യൂട്ടിലുള്ള ലൈറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് 10 പോയിന്റ് ആണ്, അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 42, എ ഫ്യൂസ് റേറ്റിംഗ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ്. ഫ്യൂസ് റേറ്റിംഗ് എന്ന് പറയുന്നത് എത്ര കറണ്ട് അതിന് താങ്ങാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് കറണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ആംപിയർ റേറ്റിംഗിലാണ്, ആംപിയറേജ് ആണ് നമ്മൾ പറയുക. ഓപ്ഷൻ ബി. ക്വസ്റ്റ്യൻ നമ്പർ 43, ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസസ് വിൽ ബി. ഫ്യൂസിംഗ് ഫാക്ടർ ഓഫ് HRC ഫ്യൂസിൻ്റെ ആൻസർ 1.1 ആണ്, സി ആണ് ആൻസർ. അപ്പോൾ എന്താണ് HRC ഫ്യൂസ് എന്നുള്ളത് അറിയണം. ജസ്റ്റ് അതിൻ്റെ പേരെങ്കിലും, അത് എന്താണ് അതിൻ്റെ ഫുൾ ഫോം, പൂർണ്ണരൂപം എന്നുള്ളതെങ്കിലും മനസ്സിലാക്കി വെക്കണം. HRC ഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്നാണ്. ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ് എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫ്യൂസിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഫ്യൂസിംഗ് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ്. നമുക്കറിയാം ഫ്യൂസിനൊരു കറണ്ട് റേറ്റിംഗ് ഉണ്ട്, ഇത്രേ അതിന് താങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള റേറ്റിംഗ്. അത് അടിയിൽ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക, മുകളിൽ മിനിമം ഫ്യൂസിംഗ് കറണ്ട്, അതായത് ഏത് കറണ്ട് കൊടുത്താലാണ് ഫ്യൂസ് ഉരുകുക എന്നുള്ളത്. ആ ഫ്യൂസ് ഉരുകുക എത്ര കറണ്ട് കൊടുത്താലാണ് ഫ്യൂസ് ഉരുകുക ഡിവൈഡഡ് ബൈ അതിന് താങ്ങാൻ പറ്റുന്ന പരമാവധി കറണ്ട്. ഇതാണ് ഫ്യൂസിംഗ് ഫാക്ടർ. ഒന്നുകൂടെ പറയാം, മിനിമം ഫ്യൂസിംഗ് കറണ്ട് ഡിവൈഡഡ് ബൈ കറണ്ട് റേറ്റിംഗ് ഓഫ് ദ ഫ്യൂസ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്യൂസിംഗ് ഫാക്ടർ. HRC ഫ്യൂസിൻ്റെ ഫ്യൂസിംഗ് ഫാക്ടർ എത്രയാണെന്നുള്ളതാണ്? 1.1 ആണ്. സാധാരണ ഏത് ഫ്യൂസിൻ്റെ ഫ്യൂസിംഗ് ഫാക്ടർ എടുത്തു കഴിഞ്ഞാലും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓൾവേസ് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, HRC ഫ്യൂസിൻ്റെത് 1.1. 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇൻ വിച്ച് ഓഫ് ദ ഫോളോവിങ് വയറിംഗ് ടു ഓപ്പറേറ്റ് 3 ലാംപ്സ് ഇൻ ഓൾ വി റിക്വയർ 6 2-way സ്വിച്ചസ്. താഴെ പറയുന്നവയിൽ ഏത് വയറിങ്ങിലാണ് 3 ലാമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് 6 എണ്ണം 2-way സ്വിച്ചുകൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. 2-way സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, 2-way സ്വിച്ച് 6 എണ്ണം യൂസ് ചെയ്യണം. എത്ര ബൾബാണ് ഉള്ളത്? 3 ബൾബേ ഉള്ളൂ. അത് ഏത് വയറിംഗ് ആണ്? സാധാരണ അങ്ങനെ ഇരട്ടിയായിട്ട് വരുന്നത് കോറിഡോർ വയറിംഗ് ആണ്. കോറിഡോർ വയറിംഗ് ചെക്ക് ചെയ്താൽ അത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ബൾബാണ്. അപ്പോൾ 6 എണ്ണം 2-way സ്വിച്ച് നമ്മളിവിടെ യൂസ് ചെയ്യണം. 45ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ എന്ന് പറയുന്നത് EMF ജനറേഷനുമായിട്ട് ബന്ധപ്പെട്ട, EMF ഇൻഡ്യൂസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട റൂളാണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ്. EMF ഇൻഡ്യൂസ് ചെയ്ത EMFിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഇനി ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മുടെ കണ്ടക്ടറിൻ്റെ മോഷൻ, കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണ്, അല്ലെങ്കിൽ ഫോഴ്സ്, ആ ഫോഴ്സ് കാരണമാണല്ലോ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഫോഴ്സ് അല്ലെങ്കിൽ മൂവ്മെൻറ്റ് ഏത് ഡയറക്ഷനിലാണെന്ന് കാണാനാണ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ബി ആണ്, ഡയറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ആണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, ദ ആർമേച്ചർ കോർ ഈസ് ലാമിനേറ്റഡ് ടു മിനിമൈസ്. എപ്പോഴും ലാമിനേഷൻ നമ്മൾ നടത്തുന്നത്, ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ഡി കറണ്ട് ലോസ് കുറയ്ക്കാനാണ്. അപ്പോൾ ലാമിനേറ്റ് ചെയ്യാമെന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കുക, എഡ്ഡി കറണ്ട് ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 47ാമത്തെ ക്വസ്റ്റ്യൻ, എ DC ജനറേറ്റർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. DC ജനറേറ്റർ ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡും ഒരു കണ്ടക്ടറും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരാൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഇവർക്ക് 2 പേർക്കും ഇടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കണ്ടക്ടറിൻ്റെ ഉള്ളിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിളാണ് DC ജനറേറ്ററിൽ. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. 48ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ an 8-pole സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ആർമേച്ചർ ദി നമ്പർ ഓഫ് പാരലൽ പാത്സ് ആർ. 8 പോളുള്ള ഒരു സിംപ്ലെക്സ് വേവ് വൈൻഡിങ് ആർമേച്ചറാണ്. അതിനകത്തുള്ള നമ്പർ ഓഫ് പാരലൽ പാത്ത് കണ്ടുപിടിക്കണം. ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക, വേവ് വൈൻഡിങ് എന്ന് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന നമ്പർ ഓഫ് പാരലൽ പാത്ത്സ് ഈക്വൽ ടു 2 ആയിരിക്കും. വേവ് വൈൻഡിങ് എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആയിരിക്കും. അതിൽ നമ്മൾ തന്നിട്ടുള്ള 8 പോളാണോ അല്ലെങ്കിൽ പോളുകളുടെ എണ്ണം എത്രയാണ്, സിംപ്ലെക്സ് ആണോ ഡ്യൂപ്ലെക്സ് ആണോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഇനി നമുക്ക് തരുന്നത് ലാപ്പ് വൈൻഡിങ് ആണെന്ന് വിചാരിക്കുക. ലാപ്പ് വൈൻഡിങ് ആണ് എന്നുണ്ടെങ്കിൽ എത്ര പോളുണ്ടോ അത്രയും എണ്ണമായിരിക്കും നമുക്ക് പാരലൽ പാത്തുകളുടെ എണ്ണം ഉണ്ടാവുക. ഇവിടെ സിംപ്ലെക്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പോൾസ് ഉണ്ടോ അത്രയും എണ്ണമായിരിക്കും. സിംപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എത്ര പോളുകളുണ്ടോ അത്രയും എണ്ണം പാരലൽ പാത്ത് ഉണ്ടായിരിക്കും. ഇനി ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിലോ, ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ എത്ര പോളുകളുണ്ടോ അതിൻ്റെ ഇരട്ടി,
ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ 2 എന്നുള്ളതാണ്, സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളതാണ്. അപ്പോൾ സിംപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറഞ്ഞാൽ എത്ര പോളുകളുണ്ടോ അത്രയാണ് എഴുതേണ്ടത്. ഡ്യൂപ്ലെക്സ് ലാപ്പ് വൈൻഡിങ് എന്ന് വരികയാണെങ്കിൽ എത്ര പോളുകളുണ്ടോ അതിൻ്റെ ഡബിൾ നമ്പറാണ് പാരലൽ പാത്തുകളുടെ എണ്ണം. ഓക്കെ, സോ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് വേവ് വൈൻഡിങ് എന്നാണ്. വേവ് വൈൻഡിങ് ആയതുകൊണ്ട് ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു 2. 49ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ 250 വോൾട്ട് DC machine, shunt field resistance is found to be 500 ohms. The shunt field current will be. നമുക്കറിയാം 250 വോൾട്ട് DC മെഷീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 250 വോൾട്ട് ആണ് അതിന് ക്രോസ് ആയിട്ട് വരുന്നത്. ഷണ്ട് ഫീൽഡ് എന്ന് പറയുന്നതും ഇതിന് പാരലൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ 250 വോൾട്ട് തന്നെയാണ് ഷണ്ട് ഫീൽഡിൽ വരുന്നത്. അപ്പോൾ ഈ ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൽ 250 വോൾട്ട് വരുന്നുണ്ട്. ഷണ്ട് ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് 500 ഓം ആണ്. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് V/R ചെയ്താൽ മതി. വോൾട്ടേജ് 250 ആണ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 500 ആണ്. സോ 250 ഡിവൈഡഡ് ബൈ 500 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഓർ 0.5 ആംപിയർ. 50ാമത്തെ ക്വസ്റ്റ്യൻ, ദ കറണ്ട് ഇൻ ദ ആർമേച്ചർ ഓഫ് എ DC ഷണ്ട് ജനറേറ്റർ ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ ഫോർമുല. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, DC ഷണ്ട് ജനറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം ജനറേറ്റർ ആകുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാകുന്നത് ആർമേച്ചറിലാണ്. ആർമേച്ചറിലുള്ള കറണ്ട് നമ്മുടെ ഷണ്ട് പാത്തിൽ കൂടെയും അതുപോലെ തന്നെ ലോഡിലേക്കും രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു പോകും. സോ ആർമേച്ചർ കറണ്ട് IA വിൽ ബി ഈക്വൽ ടു ലോഡ് കറണ്ട് പ്ലസ് ഷണ്ട് ഫീൽഡ് കറണ്ട് IL പ്ലസ് ISH. ഓക്കെ, ഓപ്ഷൻ C. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ചാർജിങ് ബാറ്ററീസ് വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ജനറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ചാർജിങ് ബാറ്ററീസ് വിത്ത് കോൺസ്റ്റന്റ് വോൾട്ടേജ്. ഒരു ബാറ്ററീനെ നമ്മൾ കോൺസ്റ്റന്റ് വോൾട്ടേജിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഏത് ജനറേറ്ററാണ് താഴെ പറയുന്നതിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻസർ ഷണ്ട് ജനറേറ്റർ ആണ്. ഓപ്ഷൻ D, ഷണ്ട് ജനറേറ്റർ. ഓക്കെ. 52ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ ഓഫ് എ DC മോട്ടോർ ഈസ് ഡിറ്റർമിൻഡ് ബൈ. ഒരു DC മോട്ടോറിൻ്റെ ഡയറക്ഷൻ ഓഫ് റൊട്ടേഷൻ, അതിൻ്റെ റോട്ടർ കറങ്ങുന്ന ഡയറക്ഷൻ, ദിശ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ B നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. 53ാമത്തെ ക്വസ്റ്റ്യൻ, ദ ബാക്ക് EMF ഓഫ് എ DC മോട്ടോർ ഡിപ്പെൻഡ്സ് ഓൺ. ബാക്ക് EMF എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബാക്ക് EMF കാണാനുള്ള ഇക്വേഷൻ EB ഈസ് ഈക്വൽ ടു 5ZN/60 ഇൻറ്റു P/A. അവിടെ നിന്ന് ബാക്ക് EMF ഫൈ അഥവാ ഫ്ലെക്സിനും അതുപോലെ തന്നെ N അഥവാ സ്പീഡിനും പ്രൊപ്പോർഷണലാണ് എന്നുള്ളത് കിട്ടുന്നു. നമ്മളോട് ചോദിച്ചത് ബാക്ക് EMF എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷനിൽ കാണുന്നത് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഫീൽഡ് ഫ്ലെക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആൻസർ ഇസ് B, ഫീൽഡ് ഫ്ലെക്സ്. 54ാമത്തെ ക്വസ്റ്റ്യൻ, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സ്റ്റാർട്ടർ ഓഫ് ദ DC മോട്ടോർ ഈസ്. DC മോട്ടോറിൻ്റെ സ്റ്റാർട്ടറിൻ്റെ പണി എന്താണെന്നല്ല. സാധാരണ സ്റ്റാർട്ടർ എന്നുള്ള വേർഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ 2 മോട്ടറുകളാണ് പ്രധാനമായിട്ട് നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ് അല്ലാത്തത്. ഒന്ന് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറാണ്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ പല ടൈപ്പുകളുണ്ട്. സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അതിന് സെൽഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കേസിൽ സ്റ്റാർട്ടറിൻ്റെ പണി എന്താണ്? സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നീടുള്ളത് 3 ഫേസ് സിങ്ക്രണസ് മോട്ടോർ. 3 ഫേസ് സിങ്ക്രണസ് മോട്ടോറിലും അതും സെൽഫ് സ്റ്റാർട്ടിങ് അല്ല. അപ്പോൾ അവിടെയും സ്റ്റാർട്ടിങ് പർപ്പസിന് വേണ്ടി നമുക്ക് സ്റ്റാർട്ടർ യൂസ് ചെയ്യും. ബാക്കി എല്ലാ മോട്ടോറുകളിലും നമ്മൾ സാധാരണ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ DC മോട്ടോറുകൾ, അതുപോലെ തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോറുകൾ, ഇവിടെയൊക്കെ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത് നമ്മൾ കറണ്ടിന്, സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന വലിയ കറണ്ടിന്, ഏതാണ്ട് 5 മുതൽ 7 ഇരട്ടി വരെ കറണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ വരിക. അത്രയും വലിയ കറണ്ടിനെ നമുക്ക് ലിമിറ്റ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് ദ സ്റ്റാർട്ടിംഗ് കറണ്ട്, ഓപ്ഷൻ A ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 55ാമത്തെ ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് DC ഷണ്ട് മോട്ടോർ ഹാസ് ടു ബി കൺട്രോൾഡ് ത്രൂ ദ ഫീൽഡ്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ട് ഫോർ ദിസ് പർപ്പസ്. നമ്മൾ സാധാരണ സ്റ്റാർട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ DC സീരീസ് മോട്ടർ ആണെങ്കിൽ 2 പോയിൻ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. DC ഷണ്ട് മോട്ടർ ആണെങ്കിൽ 3 പോയിൻ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. DC കോമ്പൗണ്ട് മോട്ടർ ആണെങ്കിൽ 4 പോയിൻ്റ് സ്റ്റാർട്ടറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പർപ്പസിലുള്ള സ്റ്റാർട്ടറിൻ്റെ കേസുകൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സ്പീഡ് ഓഫ് DC ഷണ്ട് മോട്ടോർ ഹാസ് ടു ബി കൺട്രോൾഡ് ത്രൂ ദ ഫീൽഡ്. ദ മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റാർട്ട് ഫോർ ദിസ് പർപ്പസ് എന്നുള്ളതാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഉത്തരം. നമുക്ക് ഏതായാലും ഈ ക്വസ്റ്റിനെ ഒന്ന് മാറ്റാം. ഈ ക്വസ്റ്റിനെ മാറ്റിക്കൊണ്ട് ഇത് DC
ഷണ്ട് മോട്ടർ ആണെങ്കിൽ അതിന് ഏതൊരു സ്റ്റാർട്ടർ ആണെന്നുള്ളതാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 3 പോയിന്റ് സ്റ്റാർട്ടറാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. കാരണം ഷണ്ട് മോട്ടറിന് അതിന് നമ്മൾ 3 ടെർമിനലായിട്ടുണ്ടാകും. കോമ്പൗണ്ട് മോട്ടർ ആണെങ്കിൽ 4 ടെർമിനലും സീരീസ് ആണെങ്കിൽ 2 ടെർമിനലായിട്ടായിരിക്കും ഉണ്ടാവുക. 56ാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. ദ സ്പീഡ് ഓഫ് എ ഡി സി മോട്ടോർ ഈസ്, ഡി സി മോട്ടറിൻ്റെ സ്പീഡ് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബാക്ക് ഇ എം എഫ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഫ്ലെക്സ്. ഇത് നമുക്ക് കിട്ടുന്നത് ഇ ബി ഇസ് ഈക്വൽ ടു ബാക്ക് ഇ എം എഫ് ഇസ് ഈക്വൽ ടു 5Z10 ഡിവൈഡഡ് ബൈ 60 × P/E എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ നിന്നാണ്. ഓക്കെ, ഓപ്ഷൻ എ. ക്വസ്റ്റ്യൻ നമ്പർ 57. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ഇൻ. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ ഇതിലാണ് മെഷർ ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, മെഗാ ഓംസ്. മെഗാ വാട്ട് എന്ന് പറയുന്നത് പവർ മെഷർ ചെയ്യാനാണ്. കിലോ ഓം എന്ന് പറഞ്ഞാൽ അത് റെസിസ്റ്റൻസ് തന്നെ മെഷർ ചെയ്യാനാണ്. പക്ഷേ ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ മെഗാ ഓം റേഞ്ചിലാണ് ഉണ്ടാവുക. കിലോ വോൾട്ട് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് അത് മെഷർ ചെയ്യാനുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 58. ദ റണ്ണിംഗ് സ്പീഡ് ഓഫ് എ 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ്. 3-phase സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ റണ്ണിംഗ് സ്പീഡ് എന്ന് പറയുന്നത് അത് സിംഗണസ് സ്പീഡിനേക്കാൾ കുറച്ച് കുറവായിരിക്കും. ലെസ് ദാൻ സിംഗണസ് സ്പീഡാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. അപ്പോൾ അതുകൊണ്ട് തന്നെ സിംഗണസ് സ്പീഡ് അല്ലാത്തത് കൊണ്ട്, സിംഗണസ് സ്പീഡിനേക്കാൾ കുറഞ്ഞത് കൊണ്ട് സബ് സിംഗണസ് സ്പീഡ് എന്ന് വിളിക്കുന്നു. ഇത്തരത്തിലുള്ള മോട്ടോഴ്സിനെ നമ്മൾ അസിംഗണസ് മോട്ടോഴ്സ് എന്ന് വിളിക്കാറുണ്ട്. കാരണം സിംഗണസ് സ്പീഡിലല്ല അത് വർക്ക് ചെയ്യുന്നത്, അതിനേക്കാൾ കുറഞ്ഞ സ്പീഡിലാണ്. Okay. Question number 59. For 3 HP 3-phase 415 volt 50 Hz squirrel cage induction motor started through a DOL starter, the backup fuse rating will be. ഒരു 3 HP മോട്ടറുണ്ട്, 3 ഫേസ് ആണ്, 415 വോൾട്ട്, 50 ഹെഡ്സ് ആണ്, സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോറാണ്. DOL സ്റ്റാർട്ടർ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ DOL സ്റ്റാർട്ടറിൽ നമ്മളൊരു ബാക്കപ്പ് ഫ്യൂസ് ഉണ്ട്. ആ ബാക്കപ്പ് ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്ത്? ബാക്കപ്പ് ഫ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ബാക്കപ്പായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ഫ്യൂസ്. ഈ ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം ഫ്യൂസിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് എന്ത് റേറ്റിംഗ് ആണ്? കറണ്ട് റേറ്റിംഗ് ആണ്, അഥവാ എത്ര ആംബിയറേജ്, എത്ര ആംബിയർ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ സർക്യൂട്ടിൽ എത്ര ആംബിയർ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സർക്യൂട്ടിലെ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പവർ കാണാനുള്ള ഇക്വേഷൻ P ഇസ് ഈക്വൽ ടു √3 × VL × IL × cos φ. ഇതൊരു ഇൻഡക്ഷൻ മോട്ടർ ആയതുകൊണ്ട് നമുക്ക് പവർ ഫാക്ടർ അപ്രോക്സിമേറ്റ്ലി 0.8 എന്നെടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P ഇസ് ഈക്വൽ ടു √3 VL IL cos φ. നമുക്ക് IL ആണ് കണ്ടുപിടിക്കേണ്ടത്, കറണ്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണല്ലോ. സോ P ഇസ് ഈക്വൽ ടു 3 × 746. കാരണം 746 3 HP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു HP എന്ന് പറയുന്നത് 746 വാട്ടാണ്. സോ 3 × 746 ആണ് പവർ. P ഇസ് ഈക്വൽ ടു √3 × VL എന്ന് പറയുന്നത് എത്രയാണ്? 415. ലൈൻ വോൾട്ടേജ് 415 ആണ്. ഓക്കെ, ഒന്ന് വെറുതെ തന്നാൽ നമുക്ക് 415 എന്ന് പറഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ്. അപ്പോൾ 415 VL-ൻ്റെ സ്ഥാനത്ത് വെച്ചു. IL നമുക്കറിയില്ല, × 0.8. ഓക്കെ, ഇവിടെ നിന്ന് IL കണ്ടുപിടിക്കണം. IL ഇസ് ഈക്വൽ ടു 3 × 746 ഡിവൈഡഡ് ബൈ √3 × 415 × 0.8. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 3.89 ആംബിയർ എന്ന് കിട്ടുന്നു. ഇത് നമുക്ക് അതിലുള്ള കറണ്ടാണ്. പക്ഷേ സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 6 to 8 ടൈംസ് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു 6 മടങ്ങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് 23.35 ആംബിയർ ഒക്കെ കിട്ടും. ഇത് നമ്മൾ പവർ ഫാക്ടർ 0.8 അപ്രോക്സിമേറ്റ് എടുത്തതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇവിടെ 23.35 ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ആ റേഞ്ചിൽ വരുന്നത് 15 ആംബിയർ ആണ് ഈ ക്വസ്റ്റ്യനിലുള്ളത്. അപ്പോൾ ആൻസർ എത്രയാണ്? 15 ആംബിയർ ആണ്. ഇനി നമ്മൾ ഇത് ഏതാണ്ട് പവർ ഫാക്ടർ 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു 18 ആ റേഞ്ചിൽ കിട്ടും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇത് അപ്രോക്സിമേറ്റ് കണക്കാണ്. അപ്പോൾ ഇതിൽ 15 ആംബിയർ ആണ് കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ പവറിൻ്റെ ഇക്വേഷൻ, 3 ഫേസ് പവറിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, എന്നിട്ട് നമ്മൾ അതുവഴി ആൻസർ കണ്ടുപിടിക്കുന്നു ഫ്യൂസിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള അടുത്ത ക്വസ്റ്റ്യൻസ് 60ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെൻ റിമോട്ട് ഓൺ ആൻഡ് ഓഫ് ആർ യൂസ്ഡ് ഇൻ എ DOL സ്റ്റാർട്ടർ ദി റിമോട്ട് ഓൺ ബട്ടൺ ഷുഡ് ബി കണക്റ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് ഓൺ ബട്ടൺ. ഒരു റിമോട്ട് ഓൺ ആൻഡ് ഓഫ് ഉള്ള ഒരു DOL സ്റ്റാർട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ റിമോട്ട് ഓൺ ബട്ടൺ അതിൽ എക്സിസ്റ്റിംഗ് ഓൺ ബട്ടണുമായിട്ട് പാരലായിട്ടായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ 60ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞത് റിമോട്ട് ഓൺ ഓഫ് ബട്ടണും ഓൺ ഓഫ് സംഭവം അത് നമ്മൾ ചേർക്കുമ്പോൾ അതിൻ്റെ ബട്ടൺ ഓൺ ബട്ടണുമായിട്ട്, എക്സിസ്റ്റിംഗ് ഓൺ ബട്ടണുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 61ാമത്തെ ക്വസ്റ്റ്യൻ വെൻ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ഇസ് സ്വിച്ച്ഡ് ടു സ്റ്റാർട്ട് പൊസിഷൻ ത്രൂ എ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ വെക്കുകയാണ്. അതിൻ്റെ സ്റ്റാർട്ടിംഗ് കറണ്ട് ലിമിറ്റ് ചെയ്യാനാണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത് സ്റ്റാർ ആയിട്ടും പിന്നീട് ഡെൽറ്റ ആയിട്ടുമാണ് കണക്ഷൻ വരിക. എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇവിടെ കറണ്ട് 1/3 ടൈംസ് ആയിട്ട് കുറയും എന്നുള്ളതാണ്. കറണ്ട് 1/3 ടൈംസ് ആയിട്ട് കുറയും സ്റ്റാർട്ടിങ്ങിൽ എന്നുള്ളതാണ് ആൻസർ. ഓപ്ഷൻ ഡി. 62ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ എ മാനുവൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ദ സ്റ്റോപ്പ് ബട്ടൺ കണക്ഷൻ ഈസ് ഇൻ സീരീസ് വിത്ത്.
ഓട്ടോമാറ്റിക് അല്ലാത്ത സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറുണ്ട് മാനുവൽ ആയിട്ടുള്ള. അതിൻ്റെ സ്റ്റോപ്പ് ബട്ടൺ എന്തുമായിട്ട് സീരീസ് ആണെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോ വോൾട്ട് കോയിലും അതുപോലെ ഓവർലോഡ് റിലേ കോണ്ടാക്റ്റുമായിട്ട് സീരീസ് ആയിട്ടാണ് കണക്ഷൻ എന്നുള്ളത് ഓർക്കുക. 63ാമത്തെ ക്വസ്റ്റ്യൻ. എ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ എ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ബൈ യൂസിങ്. സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ എപ്പോഴും നമ്മൾ എക്സ്ട്രാ റെസിസ്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്ട്രാ അഡീഷണൽ റെസിസ്റ്റൻസ് റോട്ടർ സർക്യൂട്ടിൽ ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ ആണെങ്കിൽ റോട്ടർ റിയോസ്റ്റാറ്റ് സ്റ്റാർട്ടർ ആണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ 64ാമത്തെ ക്വസ്റ്റ്യൻ. വി ക്യാൻ ഐഡന്റിഫൈ എ വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടോർ ബൈ സീയിങ് സ്ലിപ്പ് റിംഗ്സ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു വൗണ്ട് റോട്ടർ അല്ലെങ്കിൽ സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിന് മറ്റൊരു പേരാണ് വൗണ്ട് റോട്ടർ. അപ്പോൾ സ്ലിപ്പ് റിംഗ്സ് കണ്ടാൽ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ. പോളിഫേസ് ഇൻഡക്ഷൻ മോട്ടോർ ഈസ് യൂഷ്വലി. പോളിഫേസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് ഉണ്ടാവാറ്. അത് യൂഷ്വലി സെൽഫ് സ്റ്റാർട്ടിംഗ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 66. ഫോർ സീലിംഗ് ഫാൻ ജനറലി വിച്ച് ടൈപ്പ് ഓഫ് മോട്ടർ ഈസ് യൂസ്ഡ്? പെർമനന്റ് കപ്പാസിറ്റർ മോട്ടറാണ് സീലിംഗ് ഫാൻ. പെർമനന്റ് കപ്പാസിറ്റർ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഓപ്ഷൻ സി. 67ാമത്തെ ക്വസ്റ്റ്യൻ. ദ മാക്സിമം എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ ഈസ് ഒബ്റ്റെയിൻഡ് വെൻ? ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ തന്നെ ഓൾറെഡി ഒരു ഹൈലി എഫിഷ്യൻറ്റ് ഡിവൈസാണ്. അതിൽ ഇലക്ട്രിക്കൽ മെഷീനാണ്. അതിൽ തന്നെ മാക്സിമം എഫിഷ്യൻസി എന്തായാലും കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി തന്നെ ഒരു 90 എബോവ് 95, 97, 98 ഒക്കെ കിട്ടുന്നുണ്ട്. അതിൽ തന്നെ മാക്സിമം എഫിഷ്യൻസി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് കണ്ടീഷൻ എന്നുള്ളതാണ്. ഓപ്ഷൻ ബി. കോപ്പർ ലോസ് ഇസ് ഈക്വൽ ടു അയൺ ലോസ്. 68. ബുക്കോൾസ് റിലേ ഇസ് യൂസ്ഡ് ഇസ് എ ഡിവൈസ് റിലേറ്റഡ് വിത്ത്. ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത് ഏത് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ഡി. ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്യാസ് ആക്ച്വേറ്റിംഗ് റിലേ ആണ്. അതിൻ്റെ ഇൻറ്റേർണൽ ഫോൾട്ടുകൾ, ട്രാൻസ്ഫോമറിനകത്തുള്ള ഫോൾട്ടുകളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാസ് ആക്ച്വേറ്റിംഗ് റിലേ ആണ് ഈ ബുക്കോൾസ് റിലേ എന്ന് പറയുന്നത്. ട്രാൻസ്ഫോമറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ഡി. 69ാമത്തെ ക്വസ്റ്റ്യൻ. ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ്. ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്നത് ഇതിൽ ഓപ്ഷൻസ് ചെറിയൊരു പെശകുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രിൻസിപ്പിൾ ഉണ്ട്. അവിടെ മ്യൂച്വൽ ഇൻഡക്ഷനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടക്ഷനും ഉണ്ട്. ഇൻഡക്ഷനും കണ്ടക്ഷനും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇൻഡക്ഷനും കണ്ടക്ഷനും കൂടെ ചേർത്തിട്ടുള്ളതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ. അതുപോലെ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വൈൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. സിംഗിൾ വൈൻഡിങ് ട്രാൻസ്ഫോമറാണ്. ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതിൽ കോപ്പറിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് കോപ്പർ ലോസും കാര്യങ്ങളും കുറവായിരിക്കും. എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. 70ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഇസ് EMF ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ? ഓപ്ഷൻ ബി. E ഈസ് ഈക്വൽ ടു 4.445 FN. 5 എന്ന് പറഞ്ഞാൽ മാക്സിമം ഫ്ലെക്സ്. അതുപോലെ തന്നെ F എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് ടേൺസ്, ആ വൈൻഡിങ്ങിലുള്ള നമ്പർ ഓഫ് ടേൺസ്. ഇതാണ് ട്രാൻസ്ഫോമറിൻ്റെ EMF ഇക്വേഷൻ. ഓർത്ത് വയ്ക്കാം. ഓപ്ഷൻ ബി. 71. ദ മെയിൻ സോഴ്സ് ഓഫ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇസ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറഞ്ഞാൽ വാട്ടറാണ്. സംശയമില്ല. ഓപ്ഷൻ എ. 72ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസുലേറ്റർ ഈസ് യൂസ്ഡ് ഓൺ ഡെഡ് എൻഡ്സ് ഓഫ് മീഡിയം വോൾട്ടേജ്? അല്ലെങ്കിൽ സാധാരണ ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന സ്ഥലത്ത് സാധാരണ യൂസ് ചെയ്യുന്നത് ഡിസ്ക് ടൈപ്പ് ഇൻസുലേറ്ററാണ്. ഓർത്ത് വയ്ക്കുക. ഡിസ്ക് ടൈപ്പാണ്. 90 ഡിഗ്രി ബെൻഡിങ് ആവശ്യമുള്ളിടത്ത് ഷാക്കിൾ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. 90 ഡിഗ്രി ബെൻഡിങ് ആവശ്യമുള്ളിടത്ത് ഷാക്കിൾ ടൈപ്പാണ്. എഗ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ സ്റ്റേ വയറിൻ്റെ ഇൻസുലേറ്ററിനെയാണ് എഗ് ടൈപ്പ് ഇൻസുലേറ്റർ എന്ന് പറയാം. അതുപോലെ പിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജസ്റ്റ് കണക്ട് ചെയ്ത് പോകുന്നതിനെയാണ്. ഒരു ഗ്രൂ ഇട്ടിട്ട് മുകളിൽ ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്ത് പോകുന്നതിന് പിൻ ടൈപ്പ്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി. ഡിസ്ക് ടൈപ്പ്. 73. വിച്ച് ടൈപ്പ് ഓഫ് ഗാർഡിംഗ് ഈസ് പ്രൊവൈഡഡ് ഓൺ എ റെയിൽവേ ലൈൻ ക്രോസിംഗ്? റെയിൽവേ ലൈൻ ക്രോസിംഗിൽ ഏത് ടൈപ്പ് ഗാർഡിംഗ് ആണെന്നാണ്? കേജ് ടൈപ്പാണ് ആൻസർ. ഓപ്ഷൻ എ. 74ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ ട്രാൻസ്മിഷൻ ലൈൻ വിച്ച് ടൈപ്പ് ഓഫ് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്? ട്രാൻസ്മിഷൻ ലൈനിൽ സസ്പെൻഷൻ ടൈപ്പാണ്. ഓപ്ഷൻ ഡി. 75ാമത്തെ ക്വസ്റ്റ്യൻ. MCCB സ്റ്റാൻഡ്സ് ഫോർ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ഓപ്ഷൻ സി. 76. ഫോർ എ ഗിവൺ ലൈൻ കറണ്ട് and line voltage, for a given line current and line voltage, the power taken by the delta connected load is dash the power taken by the star connected load. ഡെൽറ്റ കണക്റ്റഡ് ലോഡ് ആണെങ്കിലും സ്റ്റാർ കണക്റ്റഡ് ലോഡ് ആണെങ്കിലും എടുത്തിട്ടുള്ള പവർ ഈക്വൽ ആണെന്നുള്ളതാണ്. ആൻസർ 76. ഓപ്ഷൻ സി. ദ സീരീസ് ടൈപ്പ് ഓം മീറ്റർ വിൽ ഹാവ് 0 റീഡിംഗ് അറ്റ് ദ ഓപ്ഷൻ ഡി റൈറ്റ് ഹാൻഡ് എൻഡ് ഓഫ് ദ സ്കെയിൽ റൈറ്റ് ഹാൻഡിലാണ് 0 റീഡിംഗ് കാണിക്കുന്നത് സീരീസ് ഓം മീറ്റർ. 2 ക്വസ്റ്റ്യനും കൂടെ നമുക്കിവിടെ പറയാനുണ്ട്. ഒന്ന് ഒരു ടു ചാർജ് എ സെക്കൻഡറി സെൽ ദ സിസ്റ്റം യൂസ്ഡ് ഇസ്. നമ്മളൊരു സെക്കൻഡറി സെല്ലിനെ ചാർജ് ചെയ്യാനായിട്ട്, പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും ഉണ്ട്. സെക്കൻഡറി സെല്ല് അക്യുമുലേറ്റേഴ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചാർജബിൾ ബാറ്ററിയാണ്. അത് DC ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, AC പറ്റില്ല. ഓക്കെ, DC ഉപയോഗിച്ചുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ, DC. അതുപോലെ തന്നെ ദ ടോട്ടൽ പൊസിഷൻ ഓഫേർഡ് ബൈ എൻ AC സർക്യൂട്ട് ഇസ് കോൾഡ്. ഒരു AC സർക്യൂട്ട് ഒരു കറണ്ടിനോ
ഓഫർ ചെയ്യുന്ന ടോട്ടൽ ഒപ്പോസിഷൻ, എതിർപ്പിനെ, ആ ഒരു പ്രതിരോധത്തെ പറയുന്ന പേര് ഇംപെഡൻസ് എന്നാണ് മൊത്തത്തിൽ. എ സി സർക്യൂട്ട് മൊത്തം എടുക്കുമ്പോൾ റെസിസ്റ്റൻസും റിയാക്റ്റൻസും എല്ലാം കൂടെ ചേർത്ത് ഇംപെഡൻസ് എന്ന് പറയും. ഓക്കെ, ഇംപെഡൻസ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തിക്കൊണ്ട് പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുക. ഓക്കെ, താങ്ക് യു.